നമസ്തേ. 2026 വിഷുഫലം. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വർഷം ഏറ്റവും നല്ല സമയമായിരുന്നു വാഹനങ്ങൾ മേടിക്കാനും, അതേപോലെ അവർക്ക് ഭാഗ്യങ്ങളെ നിറയെ കൊടുത്തിരുന്നൊരു സമയമായിരുന്നു ചോദ്യ നക്ഷത്രക്കാർക്ക്. അപ്പോൾ എപ്പോഴും നമുക്ക് ഭാഗ്യം പ്രതീക്ഷിക്കാതെ തന്നെ നമുക്കൊരു വാഹനം മേടിക്കാം, അല്ലെങ്കിൽ ഒരു ഭൂമി മേടിക്കാം, അല്ലെങ്കിൽ ഒരു വീട് തന്നെ വെക്കാം. അങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സമയത്തിലൂടെയാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ഒരു ജൂൺ മാസത്തിൻ്റെ പകുതി ഒക്കെ ആകുമ്പോഴത്തേനും ഒരു മാറ്റങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് വ്യാഴം 9 നിന്നൊക്കെ 10 വരും. ആ 10 വരുമ്പോഴേക്ക് നമുക്ക് ആ ഫ്ലോ ഒന്ന് നിൽക്കും. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോയിരുന്നത് പെട്ടെന്നൊരു ബ്ലോക്ക് വരാനായിട്ടൊരു സാധ്യതയുണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നാൾ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ഈ വ്യാഴത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എഴുതി കണക്കുകൂട്ടി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം നമ്മൾ ഉണ്ടാക്കും. പിന്നെ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണം. ദേഷ്യം കൂടാനുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. പിന്നെ നമുക്ക് വിദേശത്തേക്കൊക്കെ പോകാൻ പൈസയൊക്കെ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് വളരെയധികം ശ്രദ്ധിച്ച് വീട്ടിലൊക്കെ ആലോചിച്ചിട്ട് വേണം പൈസ ഇറക്കാൻ. ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിടയ്ക്ക് പോയിട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമുക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണോ അതുള്ളത് എന്ന് നന്നായി ശ്രദ്ധിക്കേണ്ടതും ഒരാവശ്യമാണ്. അതേപോലെ നമ്മുടെ വാക്കുകളെയാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് അവിടെ പറയേണ്ടത്. അപ്പോൾ വാക്കുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഭാവത്തിൽ തന്നെയാണ്. പിന്നെ രോഗാവസ്ഥകൾ, അപ്പോൾ കാലുവേദന, മുട്ടുവേദന, അതൊക്കെയാണ് നമുക്ക് ശനിയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് വേണ്ടത് വേണ്ടപ്പോൾ തോന്നിപ്പിക്കാവുന്ന രീതിയിൽ ദൈവത്തിനെ നന്നായിട്ട് വിളിച്ച്, അതായത് ഈശ്വരാധീനം കൂടിയേ തീരൂ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി ചോദ്യ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഭാവമാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും നാളുണ്ടായിരുന്ന ഇത്തിരിയും കൂടി ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഗുണമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, ശിവൻ്റെ അമ്പലത്തിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.